ഇപ്പം ഞാൻ വരയ്ക്കുമെന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പലരും എന്നോട് ചോദിക്കുന്നത് ഇത് ഒറിജിനലാണോ വിൽക്കുന്നത്. നവംബർ 1-ാം തീയതിയാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കൂടെ മമ്മൂക്കാരുടെ ഫേസ്ബുക്കിലും ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നമ്മൾ ഇത് റിലീസ് ചെയ്തത്. ലാലേട്ടൻ്റെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ ആലോചിച്ചപ്പോഴാണ് ഈ പെയിൻറ്റിങ്ങുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ തോന്നിയപ്പോഴാണ് നമ്മൾ സൈറ്റിലേക്ക് അല്ല ഇപ്പോൾ ഒരു ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാലമല്ലേ. ഹായ്, വെൽക്കം ടു റാഫിസ്.in. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സെലിബ്രിറ്റിയാണ്. മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യതകളില്ലാത്ത, അതേപോലെ തന്നെ വർഷങ്ങളായി മിമിക്രി സിനിമാ രംഗത്ത് സജീവമായിട്ടുള്ള ശ്രീ കോട്ടയം നസീർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സംരംഭമായ പെയിൻഡമിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ബിസിനസ് റൗണ്ടപ്പിൽ. നസീർക്ക, നമ്മൾ ഒരു മിമിക്രി കലാകാരനും അതേപോലെ സിനിമാ നടനും എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് ഇക്കാനെ വർഷങ്ങളായിട്ട് അറിയാം. കഴിഞ്ഞൊരു 34 വർഷമായിട്ട് നസീർക്ക മലയാളികൾക്ക് സുപരിചിതനാണ്. അപ്പോൾ എന്താണ് പെയിൻഡമിക് എന്നുള്ള ഈ ഒരു പുതിയ സംരംഭം? അതായത് ഇപ്പം ഞാൻ വരയ്ക്കുമെന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് തോന്നുന്നു 2018 നമ്മൾ ദർബാർ ഹാളിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. ഒരു 21 ദിവസം നീണ്ടിരിക്കുന്ന വലിയ എക്സിബിഷൻ ചെയ്തിരുന്നു. ഷാർജയിൽ 2022 അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ആദ്യമായിട്ട് എക്സിബിഷൻ ചെയ്യുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ അങ്ങനെ കുറേ എക്സിബിഷൻ അല്ലാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അറിയാത്ത കൂടുതൽ പേരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കൊറോണ സമയത്ത്, കോട്ടയം നസീർ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിലേതാണ്ട് 10-14 വീഡിയോസോളം പോസ്റ്റ് ചെയ്തു. അപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ ശരിക്കും അങ്ങോട്ട് ആൾക്കാരിലേക്ക് ഒരു ഫുൾ റീച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ ഞാൻ വരച്ച തന്നെ ഏതാണ്ട് ഒരു 100-120ഓളം പെയിൻറ്റിങ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, പല മീഡിയങ്ങളിൽ ചെയ്തത്. അപ്പോൾ ഒറിജിനൽ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എഫർട്ട് ചിലത് 1 മാസം 2 മാസമൊക്കെ എടുത്ത് വരച്ച പെയിൻറ്റിങ്സ് ഉണ്ടാവും, ഓയിൽ പെയിൻറ്റിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു എന്താ പറയുക, ഒരു സെയിലിന് വെക്കുമ്പോൾ നമ്മുടെ ഒരു സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു ഇതൊക്കെ പേരൊക്കെ യൂസ് ചെയ്യും. പിന്നെ ആ വർക്കിനെടുത്ത ടൈമും എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനൊരു വില ഇടുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു വില തന്നെ വരും, എന്നാലും നമുക്കത് കൊടുത്താൽ മുതലാവുകയുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചിലപ്പോൾ അഫോർഡബിൾ ആവില്ല, അത്രയും പൈസ ഒക്കെ മുടക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ഇതിൻ്റെ എല്ലാം ക്യാൻവാസ് പ്രിൻറ്റഡ് കോപ്പി നമ്മൾ റോൾ ചെയ്തു, പിന്നെ ഫ്രെയിം ചെയ്തു, സ്ട്രെച്ച് ക്യാൻവാസ്. അങ്ങനെ ഒരു അളവിൽ നമുക്ക് ഓൾ ഇന്ത്യയിൽ എത്തിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും എല്ലാ വീടുകളിലും നമ്മുടെ ഒരു പെയിൻറ്റിങ് ഇരിക്കുന്നത് നമുക്കൊരു സന്തോഷം എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്തോടൊരു ബിസിനസ്സും ഒരു മാർക്കറ്റിങ്ങും എല്ലാം ഉണ്ട്. കൂടുതൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ചിത്രകാരന്മാരുണ്ട്, എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആയിരക്കണക്കിന് ചിത്രകാരന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ മണിക്കൂറുകളിരുന്ന് വരയ്ക്കുന്ന അല്ലെങ്കിൽ ദിവസങ്ങളിരുന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്കൊക്കെയാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ ആ കലയ്ക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ കലാകാരന്മാർക്കും എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, വളരെ കുറച്ച് പേർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പോകുന്നുള്ളല്ലോ. അപ്പോൾ ഇതൊരു ഹബ്ബാക്കി നിർത്തിക്കൊണ്ട് പെയിൻഡമിക്.com എന്ന് പറയുന്ന ഒരു ഹബ്ബാക്കി നിർത്തിക്കൊണ്ടും അതിൻ്റെ അകത്തേക്ക് അവരുടെ പെയിൻറ്റിങ്ങുകളുടെ സെയിൽ ചെയ്യാനുള്ള അവർക്ക് അർഹതപ്പെട്ട ഒരു വരുമാനം, എന്തെങ്കിലും ഒരു വരുമാനം എന്നുള്ളതല്ല, അവർക്ക് കൂടെ അർഹതപ്പെട്ട. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉള്ളൂ പെയിൻറ്റിങ്സിന് ഇപ്പോഴും അത്ര ഡിമാൻഡുകൾ വരാത്തത്. പുറം രാജ്യങ്ങളിലൊക്കെ അതിനൊരു ഡിമാൻഡുണ്ട്, ഒരു പെയിൻറ്റിങ് മേടിച്ച് വീട്ടിൽ വെക്കുക എന്നൊക്കെ പറയുന്നത്. അതിനൊരു സന്തോഷം, വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഇനി എത്തി വരണം അതിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു തുടക്കം നിലയിലാണ് ഇപ്പോൾ പെയിൻഡമിക്.com എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എന്താ പറയുക, സാധാരണ നമ്മൾ ഓൺലൈൻ പ്രോഡക്ട്സ് പോലെ തന്നെ കൃത്യമായിട്ട് നമ്മളത് വീടുകളിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സൈറ്റായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പലർക്കും ഇത് അറിയില്ല, പലരും കൂടി ചോദിക്കുന്നത് ഇത് ഒറിജിനലാണോ വിൽക്കുന്നത് അതോ അത് അവർക്കറിയില്ല. അപ്പോൾ അവരോട് ഇപ്പോഴും പറയാനുള്ളത്, ഒറിജിനൽ വേണ്ടവർക്ക് നമ്മൾ ഒറിജിനൽ കൊടുക്കും, പക്ഷെ അതിനൊരു വിലയുണ്ടാവും. കാര്യം അതൊന്നേ ഉള്ളൂ, ഒറ്റ പീസേ ഉള്ളൂ ആ ഒറിജിനൽ. അപ്പോൾ അതിൻ്റെ ഒരു വില നമ്മൾ ഈടാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്യാൻവാസ് പ്രിൻറ്റഡ് കോപ്പിയാണ്. ക്യാൻവാസിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യണം, ഹൈ ക്വാളിറ്റി ക്യാൻവാസിൽ
പ്രിൻ്റ് ചെയ്ത് അത് UV കോട്ടുള്ള പ്രിൻ്റ് ചെയ്ത് സ്ട്രെച്ച് നല്ല ക്യാൻവാസ് ചെയ്ത് നിങ്ങൾക്ക് റെഡി ടു ഹാങ് ആണ്. അത് നമുക്കത് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനെല്ലാം സെറ്റ് ചെയ്ത് അയക്കുന്നത്. അതാണ് നമ്മൾ ഈ paintemic.com എന്ന സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഈ അടുത്ത് സുരേഷ് ചേട്ടനെ കൊണ്ട് അമ്മ മീറ്റിങ്ങിൽ പെയിൻഡമിക് ലോഞ്ച് ചെയ്തായിരുന്നു. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് നവംബർ 1-ാം തീയതിയാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കൂടെ മമ്മൂക്കാടെ ഫേസ്ബുക്കിലും ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നമ്മൾ ഇത് റിലീസ് ചെയ്തത്. പക്ഷെ ആദ്യത്തെ പെയിൻറ്റിങ് കൊടുത്തത് അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട് ശ്രീ സുരേഷ് ഏട്ടനാണ് കൊടുത്തത്. അങ്ങനെയാണ് 1-ാം തീയതി ഇത് ലോഞ്ച് ചെയ്തു. ആദ്യത്തെ പെയിൻറ്റിങ് ഇതിൽ ഓർഡർ ചെയ്തത് രമേഷ് പിഷാരടിയാണ്. ആ പെയിൻറ്റിങ്ങിന് അതെ. ആ പെയിൻറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നായ്ക്കളുടെ നവരസമാണ് ചെയ്തിരുന്നത്. 9 പീസാണ്. അതിൻ്റെ ഒറിജിനൽ ഞാൻ ലാലേട്ടന് കൊടുത്തതാണ് ആ പെയിൻറ്റിങ്. ലാലേട്ടൻ്റെ വീട്ടിലിരിപ്പുണ്ട് ആ പെയിൻറ്റിങ്. അത് തന്നെയാണ് പിഷാരടിയും അത് ഓർഡർ ചെയ്തത്. പിന്നീട് ഈ പറഞ്ഞ പോലെ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല വിദേശത്തുനിന്നും ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്സ്. അവരെല്ലാം ഹാപ്പിയാണ്. 3 അളവിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. 2 1/2 ഇത് അടിക്കണക്കാണ്, സ്ക്വയർ ഫീറ്റ് കണക്കാണ്. അപ്പോൾ 2 1/2, 3 2.5, പിന്നെ 4 3 അങ്ങനെ ആ അളവിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് എത്ര ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയത്? ഇത് 7 to 40 ഡേയ്സ്. 40 ഡേയ്സ് മിക്കവാറും 7 ദിവസത്തിനുള്ളിൽ തന്നെയൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട്. പിന്നെ അത്രയും അങ്ങോട്ട് പോയാൽ മാക്സിമം ഒരു 10 ദിവസം എന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ. അത് ഈ ദൂരം അനുസരിച്ചിട്ടും ബാക്കിയൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കസ്റ്റം പ്രിന്റ് അല്ല, നമ്മൾ ഓർഡർ വരുമ്പോഴാണ് ഇത് പ്രിന്റിന് വിടുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അല്ല നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. എന്താണ് പറയുക, ആവശ്യക്കാർ സെലക്ട് ചെയ്യുന്ന ആ പെയിൻറ്റിങ് അപ്പോൾ നമ്മൾ അടിക്കുകയാണ്. അത് ഹൈ ക്വാളിറ്റി നല്ല ക്യാൻവാസിലാണ് നമ്മളിത് പ്രിന്റ് ചെയ്യുന്നത്. അതിനൊന്നും ലാസ്റ്റ് ചെയ്ത ഇത് ഓർഡർ ചെയ്ത ആൾക്കാരുടെ എന്തോ ഒരു അനുഭവം എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല? ഇപ്പം ഒരു വിദേശത്തുനിന്ന് ആണ് ഒരു ഓർഡർ പോയിരുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം രമേഷ് ആണെങ്കിലും ഹാപ്പി ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ മഞ്ജു പിള്ളയ്ക്ക് കൊടുത്തിരുന്നു, കാർത്തിക് സൂര്യക്ക് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ കാർത്തിക് സൂര്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരിലേക്ക് എത്തുന്നുണ്ട് ഇതിപ്പോൾ. ഈ paintemic.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിൽ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് സെല്ല് ചെയ്യുന്നത് പെയിൻറ്റിങ്സ്? അല്ല, ഇപ്പോൾ ഒരു ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാലമല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആളുകളിലേക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത്. ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് മേടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി മെനക്കെട്ട് നോക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സാധനവും നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ കയറുന്നു, ആവശ്യമുള്ള സാധനം നോക്കി പർച്ചേസ് ചെയ്യുന്നു, അത് വരുന്നു. അതിൻ്റെ ഒരു ഈസിനെസ് ഉണ്ട്. പിന്നെ കൂടുതൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു സൈറ്റ് നമ്മൾ ഒരു എക്സിബിഷൻ ചെയ്യുകയാണെങ്കിൽ പോലും അത് ആ ഒരു ഏരിയയിലുള്ള ഇതുമായിട്ട് താല്പര്യമുള്ളവർ മാത്രമേ അതുപോലും കാണാൻ വരുള്ളൂ. എല്ലാവരും അറിയണമെന്ന് തന്നെ ഇല്ല. അതെ. അപ്പം നമ്മളിപ്പോൾ എവിടെ ചെയ്താലും ഇതിനോട് താല്പര്യമുള്ള കുറേ ആൾക്കാരായിരിക്കും കൂടുതൽ വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇന്ന് പെയിൻറ്റിങ് കണ്ടില്ലെങ്കിൽ കുഴപ്പമാകും വിചാരിക്കുന്നതാണ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു ബിസിനസ്, അതൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ടെക്നോളജി പിന്നെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മാർക്കറ്റ് ചെയ്യുന്നതാണല്ലോ ഇ കൊമേഴ്സ് ബിസിനസ് എന്ന്. അതെ. ഇനിയിപ്പോൾ paintemic.com ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പെയിൻറ്റിങ് അടങ്ങുന്നൊരു കോഫി ടേബിൾ ബുക്കാണത്. ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 51ഓളം പെയിൻറ്റിങ്ങുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ സൈറ്റിലുള്ളതിൻ്റെ ഇതാണ് ബുക്കാണ്. അതിൻ്റെ 51ഓളം പെയിൻറ്റിങ്സ് വെച്ചിട്ടുള്ളൊരു ബുക്കാണിത്. ഈ പിക്ചറുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്. ഇതിൽ 51 നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോഫി ടേബിൾ ബുക്ക് പോലെ ഉള്ള ഇതാണ്. മമ്മൂക്കയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ ഇത് സൈറ്റിൽ കൂടെ നമ്മളിത് വിൽക്കുന്നു. ഇതും നമ്മുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം. paintemic.com ഇതും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ നസീർക്ക് എങ്ങനെയാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു ലോകത്തേക്ക് കടന്നു വരുന്നത്? ഞാൻ മിമിക്രിയിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ കറുകച്ചാൽ AP ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോയിങ് സ്കൂളിൽ 3 വർഷത്തോളമുള്ള കോഴ്സ് ഉണ്ടായിരുന്നു. നാട്ടിൽ തന്നെ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ ഒരു വലിയ ചിത്രകാരനായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. അവിടുന്ന് ഇറങ്ങിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. നമ്മുടെ ഈ വീക്കിലിലൊക്കെ വരയ്ക്കുന്ന മോഹൻ, സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ ഒത്തിരി കലാകാരന്മാരുണ്ട്. വേറെ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഗണങ്ങളുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഞാനും. അപ്പോൾ അവിടെ ഒരു 3 കൊല്ലം പഠിച്ചിരുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ മിമിക്രിയിലേക്കൊക്കെ വന്നത്. അപ്പോൾ അന്ന് നാട്ടിലാണെങ്കിലൊക്കെ ഞാൻ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ആർട്ടിൻ്റെ സ്റ്റുഡിയോ അന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15 വയസ്സുള്ള സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലുള്ള വർക്കുകൾ മെയിനായിട്ട് എന്താണ്, ഓട്ടോറിക്ഷയുടെ നമ്പർ എഴുതുക, കാറിൻ്റെ നമ്പർ എഴുതുക, പിന്നെ മറ്റുള്ള ബോർഡുകൾ, സൈൻ ബോർഡുകൾ, അതിലെ പടങ്ങൾ ഷട്ടറിൽ വരയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികൾ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഇക്കടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, ഒരു യേശുക്രിസ്തുവിന്റെ പിക്ചർ. അതെ, യേശുക്രിസ്തുവിന്റെ ഒരു പിക്ചർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് വരച്ചു കൊടുത്ത പൈസ കൊണ്ടാണ് എക്സ്കർഷന് പോകുന്നത്. ക്രൈസ്തവന്റെ വലിയൊരു അതെ അതെ അതെ. പിന്നെ ഇപ്പം ഇടയ്ക്കൊരു സമയത്ത് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, വീണ്ടും വരയ്ക്കണം എന്നൊരാഗ്രഹം തോന്നിയപ്പോൾ വരച്ചു തുടങ്ങിയപ്പോൾ കുറേ വരച്ചിരുന്നു, കുറേ വരച്ചു. അങ്ങനെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്താണ് എക്സിബിഷനും ഇതൊക്കെ. അതിൻ്റെ കൂടെയാണ് ഈ ബുക്ക് ചെയ്യണം തോന്നി. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഈ പെയിൻറ്റിങ്ങുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ തോന്നിയപ്പോഴാണ് നമ്മൾ സൈറ്റിലേക്ക് വരുന്നത്, പെയിൻറ്റമിക് ബിസിനസ് സാധ്യതകൾ. പിന്നെ എപ്പോഴും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെ, പാഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ഇത് വരയ്ക്കാൻ പറ്റില്ല. നമ്മുടെ മേഖല വേറെയല്ലേ. അതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരുപാട് വലിയ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊരു ക്ഷമ വേണം. നമ്മുടെ എല്ലാം മാറ്റി വെച്ചിരുന്നാലേ നടക്കുള്ളൂ. ശരിയാണ്. ഒരു പെയിന്റിങ്ങിന് ഇരിക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ ഓടിപ്പോയിട്ട് മൈൻഡ് ഫ്രീ ആയിരിക്കും, പെട്ടെന്ന് വരച്ചേക്കാന്ന് പറയാൻ പറ്റില്ല. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ചിത്രകല മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് അവർ ഡെയിലി വരയ്ക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചിത്രചന്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഗ്രൂപ്പുണ്ട് ചിത്രകാരന്മാർ. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ഡെയിലി ആൾക്കാർ വരച്ചിടുന്നവരുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, ഡെയിലി ഇങ്ങനെ ഇത്രയും വരച്ചിടുന്നത്, ഇത് ഡെയിലി വരയ്ക്കണ്ടേ? ഇത് അവരതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ എയിമേ അതുണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ ബ്രഷ് എടുക്കുന്ന സമയത്തായിരിക്കും സിനിമയുടെ ഷൂട്ട് വരുന്നത്, അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടി, ചാനൽ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പോകേണ്ടവർ. അപ്പോൾ അതിനുവേണ്ടി ഒരു ടൈം കണ്ടെത്തണം. അപ്പോൾ ആ കണ്ടെത്തിയ ടൈം നമുക്കെങ്ങനെ, നമ്മൾ ഉപയോഗിച്ച ടൈം നമുക്കിനി എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് പെയിന്റിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നേച്ചറിൻ്റെ ഉണ്ട്, അബ്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഇത് ചൂസ് ചെയ്യുന്നത്? ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ? ഇപ്പോൾ ഫിഗറേറ്റീവ് പെയിന്റിങ്സ് ഉണ്ട്. അല്ല, ഇതിലിപ്പം വരച്ചിരിക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടത്തിനുള്ള പെയിന്റിങ്ങുകളാണ്. ആദ്യം എനിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഞാൻ വരയ്ക്കുന്ന ഒരു ചിത്രം ഏത് വരയ്ക്കണമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുന്നതും ഇഷ്ടപ്പെടേണ്ടതും ഞാനാണ്. എന്നാലേ എനിക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ നമുക്ക് തന്നിട്ട്, ഇപ്പോൾ ഒരാളുടെ അച്ഛൻ്റെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ തന്നിട്ട് വരയ്ക്കുന്ന പോലില്ല. അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാറുന്നതാണ് അത് വരയ്ക്കുക എന്നുള്ളത്. മറ്റേത് നമ്മൾ നമ്മുടെ ഇഷ്ടവും ഒരു പാഷനും വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ വരയ്ക്കുന്നത് അതിൻ്റെ അകത്ത് പല കാറ്റഗറി വരും. അബ്സ്ട്രാക്റ്റ് ഉണ്ടാവും, അതല്ലാണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഉണ്ടാവും, ആനിമൽസിൻ്റെ ഉണ്ട്, സീനറീസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാറ്റഗറിയും ചെയ്യുന്നുണ്ട്. ഇത് മേടിക്കുന്നവരുടെ സെലക്ഷനാണ് പ്രധാനം. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇനിയും സൈറ്റിലേക്ക് ഇനിയും വരുമ്പോൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഉള്ള പെയിൻറ്റിങ്സിലേക്ക് കൂടുതൽ നമ്മൾ ഇനി പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാറ്റി വെക്കേണ്ടി വരും. കസ്റ്റമർ ഇഷ്ടം പിന്നെ അതാണല്ലോ എപ്പോഴും നോക്കേണ്ടത്. നമ്മുടെ ഒരു ബിസിനസ് നടക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ലല്ലോ, കസ്റ്റമറുടെ ഇഷ്ടമാണ് നോക്കണ്ടേ. ശരി. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യതകൾ ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തേക്ക്, ഇപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല, നമ്മൾ കേരളത്തിന് വെളിയിലേക്കും ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നാളെ ഒരു ദിവസം കൊണ്ട് ഇത് സക്സസ് ആകും എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ ലോങ് ടൈമിലേക്കുള്ള രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ വരും കാലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് നമുക്കും കുറേ കൂടുതൽ കളക്ഷൻസ് വരും. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ കുറേ ഇപ്പോൾ പെയിൻറ്റിങ്സ് വരയ്ക്കുന്നവർക്ക് ഇതിനകത്ത് അതെ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം അവരുടെ കുറേ പെയിൻറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അവർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ വേണമെങ്കിൽ കോപ്പി നമ്മൾ അങ്ങനെയും കൊടുക്കാം. അവരുടെ ഒറിജിനൽ പെയിൻറ്റിങ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ കുറേ കലാകാരന്മാരെയും കൂടെ അവരുടെ പ്രോഡക്റ്റും കൂടെ നമ്മുടെ സൈറ്റിൽ കൂടെ എത്തിക്കാൻ പറ്റുക, ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പോൾ നസീർക്ക പറയുന്ന പോലെ വാക്കുകളേക്കാൾ മനോഹരമല്ലോ ചിത്രങ്ങളെന്ന് പറയുന്ന പോലെ ഈ ഒരു പെയിൻറ്റിങ്സ് ഇനി ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വാങ്ങാനും അതേപോലെ തന്നെ മലയാളികൾക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെടുന്ന കലകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പെയിൻറ്റമിക്ക് എന്ന് പെയിൻറ്റിങ്സ് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് പറയേണ്ടത്, നമ്മളിങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മളിത് ആരെക്കൊണ്ട് ചെയ്യിക്കും, ഇങ്ങനത്തെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു സൈറ്റ് ആരെക്കൊണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കിന് നമുക്ക് കൊച്ചി തന്നെയുള്ള വെബ് ടോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് നമുക്കിത് ചെയ്തു തന്നത്. അവരായിരുന്നു ഇതിൻ്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്തു തന്നത്. അതിൻ്റെ ആയിട്ടുള്ളൊരു ക്വാളിറ്റി അതിനുണ്ട്.